നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വൈകും. ഈ മാസം 18-ന് ശേഷമാകും സത്യപ്രതിജ്ഞ നീട്ടുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ. മന്ത്രിസഭാ രൂപീകരണം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. കുണ്ടറയിലെയും തൃപ്പൂണിത്തുറയിലെയും തോൽവി പ്രത്യേകം പരിശോധിക്കാനും CPM തീരുമാനം. മന്ത്രിസഭയിലും ഞെട്ടിക്കാനൊരുങ്ങി CPM. പുതുമുഖങ്ങളടക്കം അപ്രതീക്ഷിത മുഖങ്ങൾ ടീം പിണറായിയിൽ ഇടം നേടും. പ്രാഥമിക പട്ടികയിൽ MV ഗോവിന്ദൻ വ്യവസായ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായി ഇടം നേടി. KK ശൈലജ രണ്ടാം മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി തുടരും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവിന് ധനവകുപ്പ്, KN ബാലഗോപാലിന് പൊതുമരാമത്ത്. നാനാരുടെ കാലത്ത് മന്ത്രിയും VS-ന്റെ കാലത്ത് സ്പീക്കറുമായിരുന്ന K. രാധാകൃഷ്ണൻ രണ്ടാം പിണറായി മന്ത്രിസഭയിലെത്തുക നിയമമന്ത്രിയായി. ആറന്മുളയിൽ ഭൂരിപക്ഷമുയർത്തിയ വീണ ജോർജിന് വിദ്യാഭ്യാസം. നിയമം പിടിച്ചെടുത്ത V. ശിവൻകുട്ടിക്ക് ദേവസ്വം. VN വാസവന് എക്സൈസ്, തൊഴിൽ വകുപ്പുകളും ലഭിക്കും. മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കുമ്പോൾ KT ജലീലിന് വീണ്ടും അവസരം കിട്ടിയേക്കാം. വൈദ്യുതി വകുപ്പുമായി AC മൊയ്തീൻ വീണ്ടും മന്ത്രിപദവിയിലെത്തും. സ്പീക്കർ സ്ഥാനത്തേക്ക് കടകംപള്ളി സുരേന്ദ്രനും P. നന്ദകുമാറും പരിഗണനയിലുണ്ട്. CPM-നും CPI-ക്കും ഇക്കുറി ഓരോ മന്ത്രിമാർ കുറയും. റോഷി അഗസ്റ്റിൻ ഭക്ഷ്യ പൊതുവിതരണം, KB ഗണേഷ് കുമാർ ഗതാഗതം, KP മോഹനൻ തുറമുഖം എന്നിങ്ങനെയാകും ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം. JDS-ൽ നിന്നും K. കൃഷ്ണൻകുട്ടിയോ മാത്യു T. തോമസോ മന്ത്രിമാരാകും. E. ചന്ദ്രശേഖരൻ, P. പ്രസാദ്, K. രാജൻ, ചിറ്റയം ഗോപകുമാർ, PS സുബാൽ എന്നിവരിൽ ഒരാളാകും CPI മന്ത്രിമാർ. ഇടതുമുന്നണി യോഗത്തിന് ശേഷം മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. RSP നിലനിൽപ്പ് പ്രതിസന്ധിയിൽ. തുടർച്ചയായ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സമ്പൂർണ്ണ തോൽവി. മത്സരിച്ച 5 സീറ്റുകളിലും തോൽവി. RSPയുടെ തട്ടകമെന്നറിയപ്പെടുന്ന ചവറയിലും തുടർച്ചയായ 2ാം തോൽവി. പാർട്ടിയിൽ താൻ ഇതുവരെ ഒരു സ്ഥാനമാനങ്ങളും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന K. രാധാകൃഷ്ണൻ. പാർട്ടിയെ ഏൽപ്പിക്കുന്ന ചുമതലകൾ ഏറ്റെടുക്കും. ചേലക്കരയിലെ ഭൂരിപക്ഷത്തിലെ വർധന ഇടതു സർക്കാരിന് ജനം നൽകിയ അംഗീകാരമാണ്. താൻ എല്ലാ കാലത്തും നാട്ടുകാരോടൊപ്പമായിരുന്നുവെന്നും K. രാധാകൃഷ്ണൻ. ആലപ്പുഴയിലെ പോസ്റ്റർ വിവാദത്തിൽ ആരോപണങ്ങൾ ആവർത്തിച്ച് G. സുധാകരൻ. തെരഞ്ഞെടുപ്പ് വിജയത്തിന് തടസ്സമുണ്ടാക്കാൻ പല ഹീനശക്തികളും പ്രവർത്തിച്ചു. തൊഴിലാളി വർഗത്തിന്റെ സംസ്കാരത്തിന് നിരക്കാത്ത പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കള്ളക്കേസുകൾ നൽകാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഇത്തരക്കാർക്ക് ജനങ്ങളും രക്തസാക്ഷികളും പ്രസ്ഥാനവും മാപ്പ് നൽകില്ല. തെറ്റുപറ്റിയവർ തിരുത്തി യോജിച്ചു പോകണമെന്നും സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. പിണറായി സർക്കാരിന്റെ ഭരണ മികവിലാണ് മികച്ച വിജയമുണ്ടായത് എന്നും G. സുധാകരൻ. പൊതുമരാമത്ത്, രജിസ്ട്രേഷൻ, ധനകാര്യ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ വിജയത്തിന് അടിത്തറ പാകി. 15 വർഷം അമ്പലപ്പുഴ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും എടുത്തുപറഞ്ഞ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തലമുണ്ഠനം ചെയ്ത് EM അഗസ്തി. നടപടി തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ. ഉടുമ്പൻചോലയിൽ തോറ്റാൽ തലമുണ്ഠനം ചെയ്യുമെന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. പിന്മാറണമെന്ന ജയിച്ച സ്ഥാനാർത്ഥി MM മണി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അഗസ്തി പിന്മാറിയില്ല. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുകയാണ്. സിജോ, ഈ MM മണിയുടെ ജയത്തിന് ശേഷം അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചപ്പോഴും വ്യക്തമാക്കിയത് അഗസ്തി പിന്മാറണമെന്നെല്ലാം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആ പിന്മാറ്റം ഉണ്ടായില്ല. ഇപ്പോൾ തലമുണ്ഠനം ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങൾ. ഉടുമ്പൻചോലയിൽ 20,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ടാൽ താൻ തലമുണ്ഡനം ചെയ്യുന്ന കാര്യമാണ് EM അഗസ്തി പറഞ്ഞിരുന്നത്. എന്നാൽ ഈ പരാജയം കനത്ത പരാജയം തന്നെയായിരുന്നു നേരിടുകയും ചെയ്തിരുന്നത്. 38,000-അതിലധികം വോട്ടുകൾക്കാണ് MM മണി വിജയിച്ച് കയറുകയും ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ EM അഗസ്തി താൻ തലമുണ്ഡനം ചെയ്യുന്നുള്ള കാര്യം പരസ്യമായി തന്നെ ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ MM മണി പറയുകയും ചെയ്തിരുന്നത് അത് എന്നെ തയ്യാറാവരുത്, തലമുണ്ഡനം ചെയ്യരുത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം അത് തലമുണ്ഡനം ചെയ്തിരിക്കുകയാണ്. താൻ തന്റെ വാക്കിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തലമുണ്ഡനം ചെയ്തിരിക്കുന്നത്. ശരി സിജോ. പരാജയത്തിന്
പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കെന്ന മുല്ലപ്പള്ളി ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഹൈക്കമാൻഡിന് ഉചിതമായ എന്ത് നടപടിയും കൈക്കൊള്ളാം. അധ്യക്ഷ സ്ഥാനം സ്വയം ഒഴിയില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ ഇട്ടെറിഞ്ഞു പോകുന്നത് ഒളിച്ചോട്ടത്തിന് തുല്യമാണെന്നും മുല്ലപ്പള്ളി. കേരളത്തിലെ തോൽവി അപ്രതീക്ഷിതമെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. തോൽവി സംബന്ധിച്ച് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനോട് ഹൈക്കമാൻഡ് റിപ്പോർട്ട് തേടി. സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. മികച്ച പ്രചാരണമായിരുന്നു നടന്നത് എന്നും വിലയിരുത്തൽ. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നത് സമഗ്രമായ അഴിച്ചുപണി. തിടുക്കത്തിൽ നടപടികളിലേക്ക് പോകേണ്ട എന്ന നിലപാടിൽ കേന്ദ്ര നേതൃത്വം. ഗ്രൂപ്പ് വീതം വെപ്പും കേരളത്തിൽ ഇനി വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല എന്നും കേന്ദ്ര നേതൃത്വം. മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ അതിരൂക്ഷമായി വിമർശിച്ച ഹൈബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഉറങ്ങുന്ന ഒരു പ്രസിഡന്റിനെ നമുക്ക് എന്തിനു വേണമെന്നും ചോദ്യം. ഹൈബിയുടെ വിമർശനം ഫേസ്ബുക്ക് കുറിപ്പിൽ. പത്തനംതിട്ടയിലെ പരാജയത്തിന്റെ പേരിൽ രാജിസന്നദ്ധതയെ അറിയിച്ച DCC പ്രസിഡന്റ് ബാബു ജോർജ്. ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നില്ല. നേതൃത്വത്തിലേക്ക് പുതിയ നിര കടന്നുവരണം. താഴെത്തല മുതൽ തെരഞ്ഞെടുപ്പ് വേണമെന്നും ബാബു ജോർജ്. സംസ്ഥാനത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരാജയമാണ് UDFനുണ്ടായത് എന്ന ആര്യാടൻ മുഹമ്മദ്. ഇതിനു മുൻപും ഇതുപോലെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നും തിരിച്ചുവരാനും UDFന് സാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം എങ്ങനെയുണ്ടായി എന്ന് പരിശോധിക്കും. കേരളത്തിലുടനീളം ഇടതു തരംഗം ഉണ്ടായതുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലമ്പൂരിലെ പരാജയം ഒരു പരാജയമല്ല എന്നും ആര്യാടൻ മുഹമ്മദ്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വാർഡിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ശാസ്തമംഗലം വാർഡിൽ കോൺഗ്രസ് മൂന്നാമത്. 1009 വോട്ടുകൾ മാത്രമാണ് ഇവിടെ കോൺഗ്രസ് നേടിയത്. പ്രതിപക്ഷ നേതാവ് ആര് എന്നത് വ്യക്തിപരമായ അഭിപ്രായം പറയേണ്ട കാര്യമല്ല എന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കൂട്ടായ്മയിലൂടെ തീരുമാനമെടുക്കും. തോൽവിയുടെ ഉത്തരവാദിത്തം നേതാക്കളിൽ കെട്ടിവെക്കാനില്ല. ജയവും തോൽവിയും സ്വാഭാവികമാണ്. അപാകതകൾ പഠിക്കണം. വോട്ട് കിട്ടിയതുകൊണ്ട് സർക്കാരിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നില്ല. ജനങ്ങളുടെ ദാരിദ്ര്യമാണ് സർക്കാർ മുതലാക്കിയത് എന്നും തിരുവഞ്ചൂർ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തുറന്നടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫ്. പാർട്ടി നേതൃത്വത്തിൽ സമഗ്രമായ അഴിച്ചുപണിയുണ്ടാകണം. അടിയന്തരമായി രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ച് തോൽവിയെക്കുറിച്ച് പരിശോധിക്കണം. പാർലമെന്ററി പാർട്ടി ആകും പുതിയ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാകില്ല എന്നും ജോസഫ്. കോൺഗ്രസിൽ മേജർ ഓപ്പറേഷൻ വേണമെന്ന KC ജോസഫ്. രോഗി രക്ഷപ്പെടാൻ അതുമാത്രമാണ് വഴി. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും പാഠം പഠിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പരാജയം ഉണ്ടാകുമായിരുന്നില്ല. തലമുറ മാറ്റം കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും KC ജോസഫ്. KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ഗുരുതര ആരോപണവുമായി മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി KK ഷാജു. തോൽവിക്ക് ഉത്തരവാദി കൊടിക്കുന്നിൽ സുരേഷാണെന്ന ഷാജു. തന്നെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് ആവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ 25 തവണയിലധികം നേതൃത്വത്തെ സമീപിച്ചു. ഏറെ വൈകി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനം വന്നപ്പോൾ മറ്റു മുന്നണികൾ ബഹുദൂരം മുന്നിലായി എന്നും ഷാജു. കോൺഗ്രസിൽ തലമുറ മാറ്റം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്ന PT തോമസ്. കുറെ നാളുകളായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ കൂട്ടായ ചർച്ച വേണം. എങ്കിലേ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നും PT തോമസ്. ഗ്രൂപ്പിസമാണ് കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണമെന്ന PJ ജോസഫ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന കെട്ടുറപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉണ്ടായില്ല. ഇത് ഗൗരവത്തോടെ കോൺഗ്രസ് പഠിക്കണമെന്നും PJ ജോസഫ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ ആഞ്ഞടിച്ച ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി C രഘുനാഥ്. ധർമ്മടത്തെ കനത്ത പരാജയത്തിന് കാരണം KPCC അധ്യക്ഷൻ. ആ സ്ഥാനത്തിരിക്കാൻ മുല്ലപ്പള്ളി യോഗ്യനല്ല. KPCC അധ്യക്ഷ സ്ഥാനം മാറണമെന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരം. ധർമ്മടത്തെ സ്ഥാനാർത്ഥിയെ അറിയില്ല എന്ന് പറഞ്ഞ് വ്യക്തിപരമായി തന്നെ അപമാനിച്ചുവെന്നും C രഘുനാഥ്. കോൺഗ്രസിൽ അക്കമഡേഷൻ പൊളിറ്റിക്സ് അവസാനിപ്പിക്കണമെന്ന KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ. ഇഷ്ടക്കാരെ ഇഷ്ടമുള്ള ഇടങ്ങളിൽ തിരികെ കയറ്റുന്നത് അവസാനിപ്പിച്ചേ പറ്റൂ. പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കിട്ടണം. കോൺഗ്രസ് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പ്രവർത്തകരുടെ മനസ്സിലുണ്ടായ മുറിവ് ഉണക്കണമെന്നും KP അനിൽകുമാർ. തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നേതൃത്വത്തിനെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ. വിമർശനമുന പ്രധാനമായും PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ. അധികാരമോഹം ലീഗിനെ രാഷ്ട്രീയമായി നിർവീര്യമാക്കി. പാർട്ടിയുടെ ആഗ്രഹങ്ങളെ ബൈപ്പാസ് ചെയ്യാൻ ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചു. പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലെ പാർട്ടി ഗ്രൂപ്പുകളിൽ നടത്തുന്നത് തുറന്ന വിമർശനം.
കുഞ്ഞാലിക്കുട്ടിയെ പ്രതിരോധിച്ച് മുനവലി തങ്ങളിട്ട പോസ്റ്റിന് താഴെ ലീഗ് പ്രവർത്തകർ വിമർശനം തുടരുന്നു. UDF-നും കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കങ്ങൾ തിരിച്ചടിയായെന്ന ലീഗ് നേതാക്കളുടെ വിമർശനം. പാണക്കാട് സാദിഖ് അലി തങ്ങളെയും പേരെടുത്ത് വിമർശിക്കുന്നു. പാർട്ടി സംവിധാനം സ്വന്തം താൽപര്യത്തിനു വേണ്ടി ഉപയോഗിച്ചപ്പോൾ പാണക്കാട് ഹൈദരാലി തങ്ങൾ പുലർത്തിയ മൗനത്തെയും ചിലർ ചോദ്യം ചെയ്യുന്നു. ഉടൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിളിക്കണമെന്ന ആവശ്യം. അതിനിശ്ചിതമായി വിമർശനം ഉയരുമ്പോഴും PK കുഞ്ഞാലിക്കുട്ടി മൗനത്തിൽ. കളമശ്ശേരിയിലെ തോൽവിയെക്കുറിച്ച് സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ മജീദ്. തോൽവി വലിയ ആഘാതമുണ്ടാക്കി. പരാജയത്തിന്റെ കാരണം പരിശോധിച്ച് പരിഹാരം കണ്ടെത്തണമെന്നും അബ്ദുൾ മജീദ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചുവരവിനെ താൻ വിമർശിച്ചത് നേതൃത്വം ഗൗരവമായി എടുത്തില്ല എന്ന യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ. സാധാരണ ജനങ്ങളുടെ മനസ്സ് വായിച്ചാണ് താനത് പറഞ്ഞത്. നേതൃത്വം പോസിറ്റീവായി എടുത്തെങ്കിൽ ഈ സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല. സംസ്ഥാനത്ത് പിണറായി ഇഫക്റ്റ് ഉണ്ടായെന്നും മൊയ്ൻ അലി. കണ്ണൂർ ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ 2 സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടതിൽ ആഴത്തിലുള്ള പരിശോധനകളും തിരുത്തലുകളും നടത്തുമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ചേലാരി. കൂത്തുപറമ്പിലും അഴീക്കോടും ജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായതുപോലെ KM ഷാജിയുടെ വ്യക്തിപ്രഭാവം ഇത്തവണ വോട്ടായി മാറിയില്ല എന്നും അബ്ദുൽ കരീം ചേലാരി. മുല്ലപ്പള്ളി രാമചന്ദ്രനും KC വേണുഗോപാലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മുല്ലപ്പള്ളി മിണ്ടിയില്ല. മുരളീധരൻ നേമത്ത് മത്സരിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല എന്നും വിമർശനം. ന്യൂനപക്ഷ വിഷയങ്ങളിൽ രാഹുലിനെ തടയുന്നത് KC വേണുഗോപാലാണ്. ചില കോൺഗ്രസ് നേതാക്കൾ RSSുമായുള്ള പാലമായി പ്രവർത്തിക്കുന്നുവെന്നും സമസ്ത മുഖപത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കാൻ BJP. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും ഗുരുതരമായ സംഘടനാ വീഴ്ചയുണ്ടായെന്ന് കോർ കമ്മിറ്റി വിലയിരുത്തൽ. അതേസമയം പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നേതൃമാറ്റം വേണമെന്ന നിലപാടിൽ ഒരു വിഭാഗം, പ്രത്യേകിച്ച് K സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റാക്കിയതിൽ എതിർപ്പുള്ള വിഭാഗം. NSSനെ പിന്തുണച്ച കേന്ദ്രമന്ത്രി V മുരളീധരൻ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ ഒറ്റതിരിഞ്ഞാക്രമിക്കാൻ അനുവദിക്കില്ല. ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ ശബ്ദമായതിനാലാണ് സുകുമാരൻ നായർ ആക്രമിക്കപ്പെടുന്നത്. ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നത് മഹാപാതകമായി ചിത്രീകരിക്കാനാണ് CPM ശ്രമിക്കുന്നത് എന്നും V മുരളീധരൻ. നേമത്തും പാലക്കാടും BJPയെ തോൽപ്പിക്കാൻ CPM-ഉം കോൺഗ്രസും ധാരണയുണ്ടായിരുന്നുവെന്ന BJP നേതാവ് PK കൃഷ്ണദാസ്. മഞ്ചേശ്വരത്തും പാലക്കാടും മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിന് വോട്ട് മറിച്ചു. K മുരളീധരൻ പിണറായിയുടെ ഏജന്റായാണ് മത്സരിച്ചത്. പാലക്കാട് AK ബാലനാണ് വോട്ട് കച്ചവടത്തിന് കൂട്ടുനിന്നത്. ബാലൻ ലീഡറല്ല ഡീലറാണെന്നും കൃഷ്ണദാസ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം. എല്ലാ വിഭാഗം നേതാക്കളുമായി വേണ്ടത്ര കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്ന മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ. K സുരേന്ദ്രൻ 2ഇടത്ത് മത്സരിക്കാൻ തീരുമാനിച്ചത് മറ്റ് സംസ്ഥാന നേതാക്കളുമായി ആലോചിക്കാതെ. ഹെലികോപ്റ്റർ പ്രകടനം പാർട്ടിക്ക് ഗുണം ചെയ്തില്ല. ഉത്തരേന്ത്യൻ മാതൃകയിൽ കേരളത്തിൽ വിജയിക്കില്ല എന്നും CK പത്മനാഭൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ BJP 15 വർഷം പുറകിൽ പോയെന്ന മുതിർന്ന BJP നേതാവ് PP മുകുന്ദൻ. പ്രവർത്തകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പരാജയമാണ് ഉണ്ടായത്. റോഡ് ഷോകളിലും ബാഹ്യപ്രചാരണത്തിലുമാണ് പാർട്ടി കൂടുതൽ ശ്രദ്ധിച്ചത്. ബൂത്ത് തലത്തിലും താഴെത്തട്ടിലുമുള്ള പ്രവർത്തനം ഉണ്ടായില്ല. നേതൃത്വത്തിൽ ഒരു പുനഃക്രമീകരണം ഉണ്ടായില്ല എങ്കിൽ കേരളത്തിലെ BJPയുടെ ഭാവി കഷ്ടത്തിലാകുമെന്നും PP മുകുന്ദൻ. BJPയുടെ സംസ്ഥാന കാര്യാലയം ഉൾപ്പെടുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലെ തൈക്കാട് വാർഡിൽ BJP പരാജയം രുചിച്ചു. ഇവിടെ BJP 2ാം സ്ഥാനത്ത്. BJP 1180 വോട്ടുകൾ നേടിയപ്പോൾ CPM-ന് ലഭിച്ചത് 1345 വോട്ടുകൾ. കഴിഞ്ഞ തവണ 45 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ BJPയാണ് ഇത്തവണ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. CPM ആസ്ഥാനമായ AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന ഇടത്ത് LDF-ന് ലീഡ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിൽ 1729 വോട്ടുകളാണ് CPM സ്വന്തമാക്കിയത്. കോൺഗ്രസ് നേടിയത് ആകട്ടെ 1658 വോട്ടുകളും. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി NSS. വോട്ടെടുപ്പ് ദിനത്തിലെ പ്രസ്താവന LDF-നെതിരെയല്ല. ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സത്യവിരുദ്ധമാണെന്നും G സുകുമാരൻ നായർ. വിശ്വാസ സംരക്ഷണം ഒഴികെ ഒരു കാര്യങ്ങളിലും ഇടത് സർക്കാരിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല എന്നും സുകുമാരൻ നായർ. മലപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയും BJPയും UDF-ന് അനുകൂലമായി വോട്ട് മറിച്ചുവെന്ന ആരോപണവുമായി CPM. ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് വിഹിതം മുൻപത്തേക്കാൾ വർദ്ധിച്ചു. ലീഗിന്റെ അപ്രമാദിത്വം അവസാനിച്ചു തുടങ്ങിയെന്നും CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി N മോഹൻദാസ്.
ഇടതുമുന്നണിയെ വിമർശിച്ച ഘടകകക്ഷി നേതാവും NCP സംസ്ഥാന പ്രസിഡന്റുമായ TP പീതാംബരൻ. പാലായിലെ തോൽവി LDF നേതൃത്വത്തിന്റെ നിലപാടിനേറ്റ കനത്ത തിരിച്ചടി. NCPക്ക് മാത്രമല്ല LDFന് കൂടിയാണ് ഒരു സീറ്റ് നഷ്ടമായത് എന്നും എല്ലാവരും മനസ്സിലാക്കണമെന്നും TP പീതാംബരൻ. NCPക്ക് ഒന്നിലധികം മന്ത്രിമാർ ഉണ്ടാകില്ല എന്നും ഏക മന്ത്രി ആരെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും TP പീതാംബരൻ. ഇന്ത്യയേക്കാൾ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞത് വിജയമാണ് എന്ന 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ്. കോൺഗ്രസിന്റെ വോട്ടുകൾ 2020ക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പാർട്ടിയുടെ അപരാജയമാണ് വ്യക്തമാക്കുന്നത് എന്നും സാബു ജേക്കബ്. പിണറായി വിജയൻ ശക്തനായ ഭരണാധികാരിയാണെന്നും സാബു ജേക്കബ് വ്യക്തമാക്കി. മന്ത്രിസ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എന്ന കേരള കോൺഗ്രസ് എം നേതാവ് റോഷി അഗസ്റ്റിൻ. പാർട്ടി നിർദ്ദേശിച്ചാൽ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കും. തീരുമാനങ്ങൾ പാർട്ടി ചെയർമാൻ എടുക്കും. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമൊന്നും തന്നെയില്ല. പാലായിലെ തോൽവി പാർട്ടി വിലയിരുത്തും. യഥാർത്ഥ കേരള കോൺഗ്രസ് ആരെന്ന തെരഞ്ഞെടുപ്പോടെ വ്യക്തമായെന്നും റോഷി. മുഖ്യമന്ത്രി പിണറായിയെ പുകഴ്ത്തി പാലായിലെ UDF MLA മാണി സി കാപ്പൻ. പാലായുടെ വികസനത്തിന് പിണറായി കൂടെ നിൽക്കുമെന്ന ഉറപ്പുണ്ട്. പിണറായി മുൻപും എല്ലാ സഹായവും നൽകിയിട്ടുണ്ട്. ഇക്കാര്യം രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് എന്നും മാണി സി കാപ്പൻ. BJPയുടെ വോട്ട് വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതം. BJP സ്ഥാനാർത്ഥി BJPയുടെ വോട്ട് വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും മാണി സി കാപ്പൻ. ജോസ് കെ മാണിയുടെ തോൽവി ഉറപ്പായിരുന്നു. ജോസിന് പാലായിൽ ജനപിന്തുണയില്ല എന്നും മാണി സി കാപ്പൻ. പൊന്നാനിയിലെ ജയത്തിൽ ഒരു ഘട്ടത്തിലും ആശങ്കയുണ്ടായിട്ടില്ല എന്ന P നന്ദകുമാർ. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കുമെന്നും P നന്ദകുമാർ. AP വിഭാഗത്തിന്റെ വോട്ടുകൾ ലഭിച്ചത് ജയത്തിൽ നിർണായകമായെന്ന് താനൂരിൽ നിന്നും ജയിച്ച V അബ്ദുറഹ്മാൻ. സകല കക്ഷികളും UDFനൊപ്പം നിന്നതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞത്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പ്രതികരിക്കാനില്ല എന്നും അബ്ദുറഹ്മാൻ. ധർമ്മടത്ത് പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ട് കിട്ടിയെന്ന വാളയാർ പെൺകുട്ടികളുടെ അമ്മ. 1753 വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. 500-ൽ താഴെ വോട്ട് മാത്രമാണ് പ്രതീക്ഷിച്ചത്. നീതി കിട്ടുന്നതുവരെ സമരം തുടരുമെന്നും വാളയാർ പെൺകുട്ടികളുടെ അമ്മ. RMP നേതാവ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് 9 വർഷം. ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ വടകരയിൽ നേടിയ മിന്നുന്ന ജയത്തിന്റെ ആവേശത്തിൽ RMP. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്താണ് വടകരയിൽ ഉണ്ടായത് എന്നും ചന്ദ്രശേഖരൻ തന്നെയാണ് ജയിച്ചത് എന്നും KK രമ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയെ മമതാ ബാനർജി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മമതയെ നിയമസഭാ കക്ഷി നേതാവായി തൃണമൂൽ MLA-മാരുടെ യോഗം തെരഞ്ഞെടുത്തു. തുടർച്ചയായ 3-ാം തവണയാണ് മമത പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. നന്ദിഗ്രാമിൽ നിന്നും പരാജയപ്പെട്ടുവെങ്കിലും 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് സഭയിലെത്താനാണ് മമതയുടെ തീരുമാനം. 10 വർഷത്തിനു ശേഷം DMK അധികാരം പിടിച്ച തമിഴ്നാട്ടിൽ MK സ്റ്റാലിന്റെ സത്യപ്രതിജ്ഞ വെള്ളിയാഴ്ച. പാർട്ടി ജനറൽ സെക്രട്ടറി ദുരൈമുരുകൻ, PTR ത്യാഗരാജൻ തുടങ്ങിയവർ മന്ത്രിസഭയിൽ ഇടം പിടിക്കും. BJP ഭരണം നിലനിർത്തിയ അസമിൽ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനമായിട്ടില്ല. നിലവിലെ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിന് പുറമെ ആരോഗ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രംഗത്ത്. ഇരുവരുടെയും വസതികളിൽ MLA-മാരുടെ പ്രത്യേക യോഗം ചേർന്നു. ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. ബോളിവുഡ് താരം കങ്കണ റണൌട്ടിന്റെ അക്കൗണ്ട് ട്വിറ്റർ മരവിപ്പിച്ചു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കങ്കണയിട്ട പോസ്റ്റുകൾ ട്വിറ്റർ നിയമങ്ങൾക്കെതിരാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ബംഗാളിൽ കലാപ സാഹചര്യമാണെന്നും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും പോസ്റ്റുകളിൽ കങ്കണ ആവശ്യപ്പെട്ടിരുന്നു. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. രാജ്യത്താകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2 കോടി കടന്നു. 3,57,299 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗബാധിതർ 2,02,82,833 ആയി. ഇതിൽ 1,66,00,000 പേർക്ക് രോഗം ഭേദമായി. 3,449 പേർ കോവിഡ് ബാധിച്ച് ഇന്നലെ മരിച്ചു. രാജ്യത്ത് ഓക്സിജൻ കിട്ടാതെ 2 പേർ കൂടി മരിച്ചു. ബംഗളൂരുവിലാണ് 2 മരണവും റിപ്പോർട്ട് ചെയ്തത്. 3,50,000 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. മിക്ക സംസ്ഥാനങ്ങളിലും നിയന്ത്രണം കടുപ്പിച്ചു. മഹാരാഷ്ട്രയിലും കർണാടകയിലും 1,00,000-നടുത്ത ആളുകൾക്ക് രോഗം റിപ്പോർട്ട് ചെയ്തു. രോഗികളുടെ എണ്ണം കൂടുന്ന പശ്ചാത്തലത്തിൽ ആന്ധ്രയിൽ 14 ദിവസത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിച്ചു. സർക്കാർ ഓഫീസുകൾ ഇനി ഒരു ഉത്തരവുണ്ടാകും വരെ തുറന്നു പ്രവർത്തിക്കില്ല എന്ന് ഉത്തരാഖണ്ഡും അറിയിച്ചു. കോവിഡ് പ്രതിരോധത്തിന് രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിക്കണമെന്ന് രാഹുൽ ഗാന്ധി.
രോഗവ്യാപന ശേഷിയും മരണനിരക്കും കുറയ്ക്കാൻ ലോക്ഡൌൺ അനിവാര്യമാണ്. കോവിഡ് ബാധിച്ച് ആളുകൾ മരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നിഷ്ക്രിയമാണ്. പാവങ്ങൾക്ക് സഹായമെത്തിക്കാൻ ന്യായ് പദ്ധതി നടപ്പാക്കണമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം. 4 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. സംസ്ഥാനത്ത് ലോക്ഡൌണിന് സമാനമായ കടുത്ത നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. പ്രധാന സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന കർശനമാക്കി. മെഡിക്കൽ സ്റ്റോറുകളും അവശ്യവസ്തുക്കളുടെ കടകളും മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. സർക്കാർ ഓഫീസുകളിൽ 25% ജീവനക്കാർ മാത്രം. ഈ നിയന്ത്രണങ്ങൾക്ക് വ്യാപനം നിയന്ത്രിക്കാനായില്ല എങ്കിൽ ലോക്ഡൌണിലേക്ക് നീങ്ങാൻ തീരുമാനം. അന്തിമ തീരുമാനം വെള്ളിയാഴ്ച. എറണാകുളം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 50,000 കടന്നു. ഇന്നലെ 3,263 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1 ലക്ഷത്തോളം പേർ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉയർന്ന സാഹചര്യത്തിൽ ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ. ഗ്രാമീണ മേഖലകളിലും രോഗം പടരുന്നത് വലിയ ആശങ്ക. കൂടുതൽ FLTCകൾ തുടങ്ങാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറെടുക്കുന്നു. വയനാട്ടിൽ ജാഗ്രതയുമായി ജില്ലാ ഭരണകൂടം. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മെയ് 9 വരെ അടച്ചിടാൻ ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള നിർദ്ദേശം നൽകി. ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിൽ കർശന പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ആളുകളുടെ വാഹനങ്ങളും കടത്തിവിടുന്നത്. അവശ്യ സാധനങ്ങളുടെ കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. നിയന്ത്രണം കടുപ്പിച്ചതോടെ ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയും ഏറെക്കുറെ നിശ്ചലം. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന ചുരുക്കം ചില വ്യാപാരശാലകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ചുരുക്കം KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. വിവിധയിടങ്ങളിൽ പരിശോധനയും ശക്തം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ വൻ തിരക്ക്. 2000-ലധികം പേരാണ് വാക്സിൻ എടുക്കാൻ ഇന്ന് എത്തിയത്. ടോക്കൺ ലഭിക്കാത്തവരും എത്തിയതോടെയാണ് തിരക്ക് വർദ്ധിച്ചത്. നെയ്യാറ്റിൻകര പോലീസ് എത്തി തിരക്ക് നിയന്ത്രണ വിധേയമാക്കി. RT-PCR ടെസ്റ്റിനുള്ള നിരക്ക് കുറച്ച സർക്കാർ നടപടിയെ പ്രശംസിച്ച് ഹൈക്കോടതി. RT-PCR ടെസ്റ്റുകൾ അവശ്യ സേവന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം സർക്കാരിന് തീരുമാനിക്കാമെന്ന കോടതി. നിരക്ക് കുറച്ചതിനെതിരെ ലാബ് ഉടമകൾ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതി ഉത്തരവ്. ജനങ്ങൾക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ ലാബ് ഉടമകൾ ശ്രമിക്കണമെന്നും കോടതി. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള സഹായം ഇന്ത്യയിലേക്ക് എത്തിത്തുടങ്ങി. ഓക്സിജൻ സിലിണ്ടറുകളും വെന്റിലേറ്ററുകളും ആന്റിവൈറൽ മരുന്നുകളുമാണ് കൊണ്ടുവന്നത്. കൂടുതൽ സഹായം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സ്വീകരിച്ച നടപടികൾ നാവികസേനാ മേധാവി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. കോവിഡ് മഹാമാരി ഇന്ത്യയിൽ വിതയ്ക്കുന്ന ദുരന്തം കാണുമ്പോൾ ഹൃദയം തകർന്നു പോകുന്നുവെന്ന് ഗൂഗിൾ CEO സുന്ദർ പിച്ചെ. കോവിഡ് പ്രതിരോധത്തിന് ഇന്ത്യയ്ക്ക് എല്ലാവിധ സഹായങ്ങളും നൽകും. ഇന്ത്യയ്ക്ക് കൂടുതൽ അന്താരാഷ്ട്ര സഹായം ഇപ്പോൾ ആവശ്യമാണ്. ഇന്ത്യയിലെ ആരോഗ്യ ബോധവൽക്കരണത്തിനായി $1,50,00,000 ഗൂഗിൾ ചെലവിടുമെന്നും സുന്ദർ പിച്ചെ CNN നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. PT തോമസിന്റെ വിമർശനങ്ങൾക്ക് വൈകാരികമായി മറുപടി പറഞ്ഞ PK ശ്രീമതി. തനിക്കോ തന്റെ കുടുംബത്തിനോ ഇത്തരമൊരു സ്ഥാപനമുണ്ടെന്ന് തെളിയിക്കാൻ PT തോമസ് തയ്യാറാകണമെന്ന ശ്രീമതി. ആരോപണം PT തോമസ് പിൻവലിക്കണം. തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും PK ശ്രീമതി. ഈ വർഷത്തെ IPL റദ്ദാക്കിയതായി BCCI. താരങ്ങളിൽ കോവിഡ് പടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലയാണ് IPL റദ്ദാക്കാനുള്ള തീരുമാനം അറിയിച്ചത്. ഹൈദരാബാദ് താരം വൃദ്ധിമാൻ സായിക്കും ഡൽഹി താരം അമിത് മിശ്രയ്ക്കുമാണ് ഏറ്റവും ഒടുവിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. മലയാളി താരം സന്ദീപ് വാര്യർ അടക്കം 2 കൊൽക്കത്ത താരങ്ങൾ കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിതരായിരുന്നു. താരങ്ങൾക്ക് പുറമെ ചില ടീമുകളിലെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനും രോഗം സ്ഥിരീകരിച്ചു. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ചില താരങ്ങൾ നേരത്തെ തന്നെ ടൂർണമെന്റിൽ നിന്നും പിന്മാറിയിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനോടും ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെട്ട BCCI. നടപടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാമ്പിൽ കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഡൽഹി ടീം അഹമ്മദാബാദിൽ. ശ്രീലങ്കൻ ഓൾറൗണ്ടർ തിസാര പെരേരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. പുതുതലമുറയ്ക്കായി വഴിമാറാനും കുടുംബത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് വിരമിക്കലെന്ന താരം. ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ തുടർന്നും കളിക്കുമെന്നും തിസാര. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോട്ടനം ഹോട്ട്സ്പറിന് ജയം. ഷെഫീൽഡ് യുണൈറ്റഡിനെ 4-0 തോൽപ്പിച്ചു. ടോട്ടനം പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്ത്. ഗാരത്ത് ബെയിലിന് ഹാട്രിക്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്